നടൻ വിനായകനെ കൊല്ലം അഞ്ചാലുമൂട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇപ്പോൾ വിനായകനുള്ളത്. ഇത് സംബന്ധിച്ച് ഈ വിനായകനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി വിനായകനും ഒപ്പം തന്നെ മറ്റു ചില ചലച്ചിത്ര താരങ്ങളും കൊല്ലത്തെ ഒരു സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതായിരുന്നു. പക്ഷേ സ്റ്റേഷനിൽ ഞാൻ പോകൂല. റാഫീസ് ഹോട്ടലിൽ എന്നെ ഇടിച്ച് പുറത്തിട്ടവനെ ആരാന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകൂല. ഉറപ്പാണ്. നേരത്തെ തന്നെ പലതരത്തിൽ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പൊതുസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലേക്ക് പോലീസ് കസ്റ്റഡിയിലൊക്കെ എടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ നടൻ വിനായകൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്താണ് പോലീസിൻ്റെ നീക്കം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും അതായത് വലിയ രീതിയിൽ പരാതി ഉയർന്നിരിക്കുന്നു. പരാതി ഉയർന്നതിന് പിന്നാലെ അഞ്ചാലുമൂട് പോലീസ് നേരിട്ട് അവിടെ എത്തുന്ന സമയത്തും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന സമയത്ത് പോലും ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ മാധ്യമങ്ങളോടൊക്കെ തർക്കിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പോലീസിന് അതായത് വീണ്ടും ബഹളം. എന്തിന് അത് നില്ലുന്നു എന്തിനാ എന്നിവിടെ കൊണ്ടുവന്നത്? ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ തുടരുകയാണ്. അതുകൊണ്ട് തുടർ നടപടികൾ അതായത് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വിനായകൻ്റെ മാനേജർ മറ്റ് കൂടെയുള്ള ആളുകൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.